നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ ധാരണ. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. തീരുമാനം തൃശൂർ കളക്ടറേറ്റിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. വെടിക്കെട്ട് ഒഴിവാക്കാമെന്നും മറ്റ് ചടങ്ങുകൾ പതിവ് പോലെ നടത്തണമെന്നും നിലപാടെടുത്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ ഇനിയും സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവ്വം പരിശ്രമിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, മറിച്ച് വിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയിലെന്നും നൈമിഷിക സന്തോഷത്തിനു വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കണോ എന്നും മനസ്സ് തുറന്ന് ചിന്തിക്കണമെന്നും ബാവ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ മികച്ച പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ 11 മണിവരെയുള്ള കണക്ക് പ്രകാരം 37.5% പോളിംഗ്. രാവിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും വോട്ട് ചെയ്തു. അതേസമയം പോളിംഗ് സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് TVK അധ്യക്ഷൻ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. പശ്ചിമബംഗാൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 41.1% പോളിംഗ്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ബംഗാളിൽ സംഘർഷം. മൂർഷിദാബാദിൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. പാമ്പ് കടിച്ചത് കുട്ടി ഉറങ്ങുന്നതിനിടെ. മരിച്ചത് മൂലയിൽ വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദീക്ഷിത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇന്നും നാളെയും മുന്നറിയിപ്പുള്ളത്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറത്ത് 4 വയസ്സുകാരിക്ക് സൂര്യതപമേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് സൂര്യതപമേറ്റത്. മലപ്പുറം വണ്ടൂരിൽ ഇസാ ജോൺ എന്ന കുട്ടിയുടെ കൈക്കും വയറ്റിലും പൊള്ളലേറ്റു. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് ഇന്നും യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് ഗൂഢാലോചനയ്ക്കെതിരെയുമാണ് പ്രതിഷേധം. കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതികളായ അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കുടുംബത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷം വിധി ഇന്നുണ്ടാകും. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. US നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത രാജി. ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളോടുള്ള അഭിപ്രായ ഭിന്നത വൈറ്റ് ഹൌസിൽ ശക്തമായതാണ് രാജിക്ക് കാരണം. അതേസമയം അശാന്തി ഒഴിയാതെ പശ്ചിമേഷ്യ. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം കടുപ്പിച്ച് US. ഉപരോധം നീക്കാതെ അമേരിക്കയുമായി തുടർ ചർച്ചകൾക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അറിയിച്ചു. IPL-ൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ചെന്നൈ നിരയിൽ മഹേന്ദ്ര സിംഗ് ധോണി കളത്തിലിറങ്ങിയേക്കുമെന്നാണ് വിവരം. മറുവശത്ത് ആദ്യ 4 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈക്ക് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. 4 പോയിന്റ് വീതമാണ് ഇരു ടീമുകൾക്കുമുള്ളത്. രാത്രി 7:30 മുതൽ മുംബൈയിലാണ് മത്സരം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FCയെ നേരിടും. അവസാന കളിയിൽ ജംഷഡ്പൂർ FCയെ 2 ഗോളിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. 10 കളിയിൽ നിന്നും 8 പോയിന്റുമായി 11ാം സ്ഥാനത്താണ് ടീം. 7 കളിയിൽ നിന്നും 6 പോയിന്റുമായി ഒഡീഷ 13ാം സ്ഥാനത്താണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.